വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരിക്കലും കോൺഗ്രസ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ നൽകിയ വിധിയെഴുത്താണ്. ആ വിധിയെഴുത്തിലും CPM-ന് വളരെ ദയനീയമായ പരാജയമാണ് ഉണ്ടായത് എന്നുള്ളത് നാം കാണണം. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് ഏതാണ്ട് 5 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷം പറഞ്ഞത് എന്താണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി നേടില്ല. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും എതിരായ വികാരം വയനാട്ടിൽ ആഞ്ഞടിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് UDF-നെയാണ് ബാധിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകാത്തത് എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയതെങ്കിൽ അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ദയനീയമായ അവസ്ഥയിലാണ് വയനാട്ടിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷം നേടുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പ്രവചനാതീതമായ ഭൂരിപക്ഷമായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാൻ പോകുന്നത് എന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, KPC പ്രസിഡന്റ് പറഞ്ഞു, UDF KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു.